പ്രശസ്ത കുത്തിയോട്ട കലാകാരൻ ഡി അനിൽ പ്രസാദിന് സംസ്ഥാന ഫോക്ലോർ അക്കാദമി പുരസ്കാരം. കുത്തിയോട്ട ഗാനാലാപനത്തിലൂടെ ശ്രദ്ധേയനാണ് റിട്ടയർഡ് അധ്യാപകനായ അനിൽ പ്രസാദ്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കുത്തിയോട്ട അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നയാളാണ് ചെട്ടികുളങ്ങര ഈരേടത്തേക്ക് മാങ്ങാട്ടുപടിയിച്ചതിൽ ലക്ഷ്മി പ്രസാദത്തിൽ ഡി അനിൽ പ്രസാദ്. കുത്തിയോട്ട ഗാന ആലാപന രംഗത്ത് ഏറെ ശ്രദ്ധേയനായ അനിൽ പ്രസാദ് 33 വർഷമായി ശ്രീ ലളിതാംബിക കുത്തിയോട്ട സമിതിയിലെ പ്രധാന ഗായകനാണ്. ഇപ്പോൾ അനിൽ പ്രസാദിനെ തേടി ഒരു പുരസ്കാരം എത്തിയിരിക്കുകയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരമാണ് അനിൽ പ്രസാദിന് ലഭിച്ചിരിക്കുന്നത്. കുത്തിയോട്ട രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന അനിൽ പ്രസാദ് വിരമിച്ച ശേഷം മാന്നാർ ഭുവനേശ്വരി സ്കൂളിലും പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളിലെ കലാ സാംസ്കാരിക സംഘടനാ രംഗത്ത് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നു. ചെട്ടികുളങ്ങരയിലെ കലാ സാംസ്കാരിക സംഘടനാ രംഗത്ത് സ്ഥിരം സാന്നിധ്യമായ അനിൽ പ്രസാദ് സേവാലയ ആതുര സേവാ സമിതി സെക്രട്ടറിയും AR സ്മാരക സമിതി അംഗവുമാണ്. CD ന്യൂസിന്റെ ആദ്യകാല അവതാരകനുമാണ് അനിൽ പ്രസാദ്. സംഗീത കുടുംബമാണ് ഇദ്ദേഹത്തിന്റേത്. സംഗീതാധ്യാപികയായ ജയലക്ഷ്മിയാണ് ഭാര്യ. ചലച്ചിത്ര പിന്നണി ഗായകനും റിയാലിറ്റി ഷോകളിലെ തിളങ്ങുന്ന താരവുമായ ഗൗതം പ്രസാദ്, റിയാലിറ്റി ഷോ താരം ഗാഥാ പ്രസാദ് എന്നിവരാണ് മക്കൾ. 2024 ഫോക്ലോർ അക്കാദമി അവാർഡ് കുത്തിയോട്ടത്തിൻ്റെ ശാഖയിൽ എനിക്കാണ് ലഭിച്ചത്. വലിയ സന്തോഷമുണ്ട്. ചിറ്റോണരമ്മയുടെ അനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുത്തിയോട്ടം ഏതാണ്ട് 34 വർഷത്തോളമായി ഈ ഒരു കുത്തിയോട്ട ശ്രീ ലളിതാംബിക കുത്തിയോട്ട സമിതിയുടെ അംഗമാണ്. അതിലൊരു പ്രധാന പാട്ടുകാരൻ ആയിട്ട് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നു. എല്ലാ വർഷവും ധാരാളം കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാറുണ്ട്. കൂടാതെ കുത്തിയോട്ട സാഹിത്യ ശാഖയ്ക്ക് 3 കഥകളും അതുപോലെ തന്നെ 10-22 കുമ്മികളും ഞാൻ എഴുതി സംവിധാനം ചെയ്ത് ഇപ്പോഴും എല്ലാ കുത്തിയോട്ട പരിപാടിയിലും അവതരിപ്പിക്കുന്നുണ്ട്. ഈ കുത്തിയോട്ടത്തിൻ്റെ അവാർഡ് എനിക്ക് ലഭിക്കാൻ എൻ്റെ കുത്തിയോട്ട ഗുരുനാഥനായ ശ്രീ രവിയാശനാണ്. അദ്ദേഹമാണ് എന്നെ കുത്തിയോട്ട ഈ സമിതിയിലേക്ക്, ഈ കുത്തിയോട്ട കലാ സാംസ്കാരിക രംഗത്തേക്ക് എന്നെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ശ്രീ ലളിതാംബിക കുത്തിയോട്ട സമിതിയുടെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിറ്റോണരമ്മയുടെ അനുഗ്രഹം മാത്രമാണ് ഈ അവാർഡിന് പിന്നിലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. CD ന്യൂസ്, കായംകുളം.